ഇത് ഞാൻ ഒരു കപ്പ് ചോറ് എടുത്ത് ഇത്രയും തന്നെ ഗോതമ്പ് പൊടി എടുത്ത് കുറച്ച് ഉപ്പൊഴിക്കുവാണ്. ഞാനിവിടെ ഉപ്പുനീരാണ് എടുത്തത്. നമ്മുടെ ആവശ്യത്തിന് ഉപ്പൊഴിക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുക എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ചോറിട്ടിട്ടുണ്ടല്ലോ, ഈ ചോറിലേക്കെല്ലാം നല്ല രീതിയിൽ പൊടി പറ്റണം. അതല്ലെങ്കിൽ ഇതിനി നമ്മൾ ചെയ്യുന്നത് മിക്സിയിലിട്ട് അടിക്കുക ചെയ്ത്. അന്നേരം പൊടി ശരിക്കും പറ്റിയില്ലെങ്കിൽ ഇത് സംഭവിക്കുന്നത് ചോറൊക്കെ അളിഞ്ഞിരിക്കും, കുഴകുഴാന്നിരിക്കും. അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയാണ്. കണ്ടോ, പൊടിയെല്ലാം നല്ലതായിട്ട് ചോറ് പറ്റണം. അപ്പം അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ആ മിക്സ് ചെയ്തേക്കുന്ന അതുണ്ടല്ലോ ചോറും ഗോതമ്പും കൂടി മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ തടി വലിയ ജാറാണ് എടുത്തേക്കുന്നത്. വലിയ ജാറിനകത്ത് പകുതി വരെയുണ്ട്. അതിനുശേഷം ഞാൻ മിക്സി ചെറുതായിട്ടൊന്ന് ഓണാക്കാൻ പോകുന്നത് ഒരു 10 സെക്കൻഡ് അത്ര മതിയേ. ഇത്രയും മതി. ഇത് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് പാത്രത്തിലേക്ക് ഇടാം. എന്താ പാത്രത്തിലേക്ക് ഇടുവാണേ. ഇതാ നമ്മൾ മിക്സിയിൽ നിന്ന് ഇട്ടതാണേ. കണ്ടോ, കറക്റ്റ് ഒരു പുട്ടുപൊടിയുടെ പാകത്തിനായിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ഇങ്ങനെ നമുക്കൊന്ന് ഇട്ട് ഇളക്കാം. ഞാനിങ്ങനെ ഇട്ട് ഇളക്കാറുണ്ട്. അതിൽ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ പുട്ടുപൊടിയുടെ ഒരു പാകത്തിന് കിട്ടും. ഇതിനെ അധികം കുതിർത്തൊന്നും വെക്കണ്ട. നമ്മൾ തേങ്ങാ തിരുമ്മി വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് ഇതാകും. നമുക്കിനി ഇത് അടച്ചു വെക്കാം. ഞാനിത് അടച്ചു വെക്കുവാണേ. ഇനി നമുക്ക് കുറച്ച് തേങ്ങ തിരുമ്മാമേ. ഞാൻ ഇത്രയും തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. പുട്ടുകലത്തിൽ വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് അതുകൊണ്ട് ഈ മാവും തേങ്ങായും മാറി മാറി നിറയ്ക്കാം. എന്നിട്ട് ഇതാണ് എൻ്റെ പുട്ടുകുറ്റിയെ. പുട്ടുകുറ്റിയുടെ തടി ഈ ഒരു കയറ് ചുറ്റിയേക്കുന്നത് ഞാൻ തന്നെ ചെയ്താണേ. അപ്പം നമുക്ക് ഈ ചൂടെടുക്കുമ്പോൾ നമുക്കാണെങ്കിൽ കൈക്കല തുണി എടുക്കണ്ടല്ലോ, ഇങ്ങനെ തന്നെ പിടിക്കാൻ പറ്റും. ഇതിൽ ഇങ്ങനെ ചുറ്റുന്നത് ഞാൻ എനിക്കൊരു വീഡിയോ ഇട്ടിട്ട് തരാവേ, എങ്ങനെ കയറ് കെട്ടുന്നതെന്ന്. ഇങ്ങനെ ഒരു സാധാ ഇഴക്കല്ല് കെട്ടിയാൽ ഒത്തിരി ഉപകാരമാണ് കേട്ടോ. അപ്പം നമുക്കിനി നിറയ്ക്കാം. തേങ്ങ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഗോതമ്പ് ചോറ് മാവ് ഇപ്പം നമ്മൾ റവ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴും കുതിർത്ത് വെക്കുമല്ലോ. ഇതിപ്പോൾ അങ്ങനെ അത്രയും കുതിർത്തൊന്നും വെക്കണ്ട, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമേ. അതായി ഒരു പുട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. തേങ്ങാ പൊടി എന്ന രീതിയിൽ ഞാനിതിങ്ങനെ നിറച്ചിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ളതുപോലെ നമുക്കത് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് വെള്ളം ചൂടായി കാണും. ഇപ്പം അതിൻ്റെ മുകളിൽ വെച്ച് വേവിക്കാം. അപ്പം പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും ഈ പുട്ട് നമ്മൾ പൊടി ഇടുമ്പോൾ ഇങ്ങനെ ഇട്ടങ്ങ് പോവുകയും ചെയ്യാവേ, താഴോട്ട് പ്രസ് ചെയ്യല്ലേ. നമ്മുടെ വെള്ളം ചൂടായി ആവി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ പുട്ടുകുറ്റി കല്ലത്തിലേക്ക് വെക്കാം. അപ്പോൾ അത് വേവും. വെന്ത് ഇതിലെ ആവി വരുന്നതായിരിക്കുമേ. ഇത് അടച്ചില്ലായിരുന്നു, ഇനി അടച്ചു വെക്കാം. അപ്പോൾ അത് ഈ ഒരു ഹോളിൽ കൂടെ മാത്രം ആവി മുകളിലേക്ക് വരുന്നത് കാണാം. അല്ലാട്ട് ആവി വരുമ്പോൾ നമുക്ക് ഇത് വാങ്ങിയെടുക്കാം. പെട്ടെന്ന് തന്നെ ആവും, അധികം താമസിക്കത്തൊന്നുമില്ല. ഒരു 5 മിനിറ്റിനുള്ളിൽ പുട്ട് റെഡിയാവും. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയി കാണാം. ഇത് ആവിയൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ടോ. ഇത് കഴിയുമ്പോൾ നമുക്ക് ഈ ഗോതമ്പ് വെന്തൊരു മണവും കൂടി വരുമേ. അപ്പോൾ നമുക്ക് ഈ പുട്ട് വാങ്ങിയെടുക്കാം. നമ്മുടെ പുട്ട് വെന്തിട്ടുണ്ട്. ഞാൻ കിട്ടിയേക്കുന്ന ഈ സാധനം കണ്ടത് എനിക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റുമേ. അപ്പോൾ നമുക്കിത് കുത്തിയിടാം. അങ്ങനെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന സാധനങ്ങൾ വെച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പുട്ട് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. എത്ര പുട്ട് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിലും ഇത് ഇഷ്ടപ്പെടും. നല്ല മയമുള്ള പുട്ടാണ്. അപ്പം ഒന്ന് വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ, സീ യു സൂൺ.